തുർക്കിയിലെ യോദ്ധാക്കളുടെ വാളിൻതുമ്പിൽ പിറന്ന ഒരു കിടിലൻ നോൺ വെജ് വിഭവമുണ്ട്. എന്നാൽ കണ്ടുപിടിച്ച തുർക്കിക്കാരെ വരെ അമ്പരപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ അതിനെ വെജിറ്റേറിയനൈസ് ചെയ്തു, ഒരു പച്ചക്കറി പരിവർത്തനം കൊടുത്തു. ദിസ് ഈസ് ക്യൂരിയസ് കസിൻസ് ഓഫ് ഇന്ത്യ പാർട്ട് 8. 1200 വർഷം പഴക്കമുള്ള ഒരു അറബിക് ഡിഷിനെയാണ് നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചൊരു മേക്ക് ഓവർ കൊടുത്തത്. അറബിയിൽ റോസ്റ്റ് ചെയ്യുക എന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നും 9-ാം നൂറ്റാണ്ടിൽ ജനിച്ച അതേ പേരുള്ള ഒരു ഡിഷാണ് കബാബ്. തുർക്കിയിലെയും മംഗോളിയയിലെയും യോദ്ധാക്കൾ യാത്രകളിൽ അവരുടെ വാളുകളിൽ മാംസകഷ്ണങ്ങൾ കോർത്ത് ചുട്ടെടുത്ത് കഴിക്കാറുണ്ടായിരുന്നു. ഇതാണ് കബാബിന്റെ ആദ്യ രൂപം. ഇവര് വഴി തന്നെ 12-ാം നൂറ്റാണ്ടിൽ കബാബ് ഇന്ത്യയിൽ മുഗളന്മാരുടെ അടുക്കളയിലും എത്തി. 1377 ഇറങ്ങിയ ഖിസ്സ യൂസഫ് അഥവാ ദ സ്റ്റോറി ഓഫ് ജോസഫിലാണ് ആദ്യമായി കബാബ് എന്ന പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷീഷ് കബാബ്, കോഫ്ത കബാബ്, ഡോണർ കബാബ് എന്നിങ്ങനെയുള്ള രൂപങ്ങളിൽ ഇന്ത്യയിലേക്ക് എത്തിയ കബാബുകൾക്ക് നമ്മൾ കൊടുത്തതാകട്ടെ ഒരു വെജിറ്റേറിയൻ മേക്ക് ഓവറാണ്. അതിൽ പിറന്ന ഹരാബര കബാബ്, ദഹി കെ കബാബ്, സോയാ സീഖ് കബാബ്, പനീർ ടിക്ക എന്നിങ്ങനെ ഒരു 10 എണ്ണം വരെ ഞാൻ എണ്ണി. എന്ന് കരുതി നോൺ വെജിനെ നമ്മൾ പറ്റി അങ്ങ് കൈവിട്ടില്ല. താങ്ക്ഡി കബാബ്, രേഷ്മി കബാബ്, കൽമി കബാബ്, സുത്ലി കബാബ്, ഗലൗത്തി കബാബ്, ഷാമി കബാബ്, ഷിക്കാംപൂർ കബാബ്, പത്തർ ക ഗോഷ്, അങ്ങനെ ഒരു 15 വെറൈറ്റി വരെയൊക്കെ പോകും. കൂടുതൽ പേരുകളും ഡീറ്റെയിൽസും വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ മീറ്റ് ചെയ്യാം. ഇന്ന് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും മാത്രമല്ല യൂറോപ്പ്, UK, കാനഡ, USA ഇവിടെയൊക്കെ എത്തി ഒരു ഗ്ലോബൽ ഫുഡ് ഐക്കണായി മാറിയിട്ടുണ്ട് നമ്മൾ മേക്ക് ഓവർ കൊടുത്ത കബാബ്സ്. ആൻഡ് യു ഹെഡ് ഇറ്റ് ഓൺ തോട്ട് ഫോക്സ് ബൈ റമീസ്.